ഹലോ ഡിയർ സ്റ്റുഡൻസ്. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഈ വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുടെ ഒരുപാട് എൻക്വയറീസ്, ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതായത് ഈ വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2024-25 അധ്യായ വർഷത്തെ ഡിസ്റ്റൻസ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, റെഗുലർ അല്ല, റെഗുലറിൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിസ്റ്റൻസിലെ സ്റ്റുഡൻസിന് അവരുടെ ഡിഗ്രി PG പഠനങ്ങൾ ഇനി എങ്ങനെയാണ്, ഏത് യൂണിവേഴ്സിറ്റിയാണ് അവർ ചൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് വരുന്ന എൻക്വയറി, അതായത് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട് ഒരുപാട്, അപ്പോൾ അവരുടെ റിലേറ്റീവ്സ്, അവരുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പിന്നെ മാഷ ഇനി എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഡിഗ്രിക്ക് ചേരാൻ താല്പര്യമുണ്ട്, അതല്ലെങ്കിൽ PGക്ക് ചേരാൻ താല്പര്യമുണ്ട്, 4 ഇയർ ആണെന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഇനി ഞാൻ അഡ്മിഷൻ എടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള സംശയങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങൾക്ക് മറുപടി ആയിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം 2024-25 അധ്യയന വർഷത്തിൽ, പുതിയ വർഷത്തിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പഠിക്കാൻ ഡിഗ്രിക്കോ PGക്കോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളിലേക്കാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വർഷം ഡിസ്റ്റൻസ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾ അവരിലേക്ക് ഒരു വീഡിയോ എത്തിക്കാം. ഇനി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ പറയാനുള്ളത്, കുട്ടികൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ, അതല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്രാവശ്യം ഡിസ്റ്റൻസ് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ആദ്യം പറയുന്നത്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള പരിഷ്കരണം, 1-2 വർഷങ്ങളിലൂടെ ആയിട്ട് അവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പല കോഴ്സുകളും നിർത്തലാക്കിയിട്ട്, കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ അങ്ങനെ തന്നെയാണ്, പല കോഴ്സുകളും നിർത്തലാക്കിക്കൊണ്ട് എല്ലാതും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, കേരളത്തിന് സ്വന്തമായിട്ടൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ളതിലേക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അതെന്ത് ചെയ്തിട്ടുണ്ട്, മെർജി എന്ന് പറയാൻ പറ്റില്ല, അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന ആളുകളെല്ലാം, കേരളത്തിൽ അഡ്മിഷൻ എടുക്കുന്ന ആളുകളെല്ലാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴിയാണ് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് ഒരിക്കലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആവില്ല, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് അതിലൂടെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ അതിൻ്റെ കോഴ്സ് എങ്ങനെയാണ്, 4 ഇയർ എങ്ങനെ വരുന്നത്, 3 ഇയർ എങ്ങനെ വരുന്നത്, ഏതൊക്കെയാണ് 3 ഇയർ കോഴ്സിലുള്ളത്, ഏതൊക്കെയാണ് 4 ഇയർ കോഴ്സിലുള്ളത് എന്നൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഈ വർഷം ഡിസ്റ്റൻസ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന, ഡിഗ്രിക്കോ PGക്കോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് പ്രധാനമായിട്ടുള്ളത്. വേറെയും ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, പക്ഷെ അതിൻ്റെയൊക്കെ റെക്കഗ്നിഷനും അല്ലെങ്കിൽ അതിൻ്റെ അഫിലിയേഷനും ഒക്കെ നിങ്ങൾ പരിശോധിച്ചിട്ട് വേണം അവിടേക്ക് എടുക്കാൻ. ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 2 യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്, ഒന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും, പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള SGOU, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഈ 2 യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റെഗുലർ ആയിട്ടുള്ള അഡ്മിഷൻ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഞാനും കുറേ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവർ ചിലപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് ആയിട്ട് ഏതെങ്കിലും ഒരു കോഴ്സെങ്കിലും അവർ കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം സോഷ്യോളജി പോലത്തെ കോഴ്സുകൾ പോയെങ്കിലും BA പൊളിറ്റിക്സ്, കൊമേഴ്സ് പോലത്തെ കുറച്ച് സബ്ജക്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്തില്ല, ഒരു തരത്തിലുള്ള ഡിസ്റ്റൻസ് കോഴ്സുകളും പുതുതായിട്ട് അഡ്മിഷൻ എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. ഈ വർഷം ഫുള്ള് അഡ്മിഷനും ഏതിലേക്കാണ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്കോ. ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അവർക്കുടനീളം സെൻറ്ററുകൾ ഉണ്ട്. ഞാനും അതിൻ്റെ ഒരു അക്കാദമിക് കൗൺസിലറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും നമുക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു പ്രോബ്ലം, നമ്മുടെ കുട്ടികൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, അവിടെ നിങ്ങൾക്ക് എക്സാം എഴുതുന്നത് ഒന്നല്ലെങ്കിൽ ഇംഗ്ലീഷ്, അതല്ലെങ്കിൽ മലയാളം, ഹിന്ദി, ഈ 2 ഭാഷകളിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം എഴുതാനൊക്കെ കഴിയും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തിട്ട് അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ പോകാം. അവിടെയും 3 ഇയർ 2 ഇയർ PG ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്കാണ് വരുന്നതെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം നമ്മുടെ
കുട്ടികൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഏത് BA സോഷ്യോളജി MA സോഷ്യോളജി എടുക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ. BA സോഷ്യോളജി MA സോഷ്യോളജി എടുക്കുന്ന കുട്ടികൾക്ക് ഞാൻ ക്ലാസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ നോക്കട്ടെ, നമുക്ക് ഓരോ സ്റ്റേജുകളായിട്ട് പറഞ്ഞു പോകാം. അപ്പോൾ ഒന്നാമത്തെ നിങ്ങളുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്രാവശ്യം അഡ്മിഷൻ ഉണ്ടോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്രാവശ്യം അഡ്മിഷൻ ഇല്ല. എന്തിനു മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ? ഒന്നല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ പ്രാവശ്യം അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇഗ്നോയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇഗ്നോയുടെ ഞാൻ ചെയ്യുന്നില്ല, ഇപ്പോൾ ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്നത്, ഞാൻ കൊടുക്കുന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകളാണ്. അതുകൊണ്ട് നമുക്ക് ഇനി കുറച്ച് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ, ഈ വർഷത്തെ അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ജൂലൈ 30 വരെ കേട്ടോ, ജൂലൈ 30 വരെ നിങ്ങൾക്ക് അതായത് ഈ മാസം 30 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ജൂലൈ 30 വരെ നിങ്ങൾക്ക് അതിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതിനകത്ത് 3 ഇയർ UG ഉണ്ട്, 4 ഇയർ UG ഉണ്ട്. അപ്പോൾ നമുക്കറിയാം പുതുതായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു UG കോഴ്സാണ് 4 ഇയർ UG എന്ന് പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കോഴ്സാണ് 3 ഇയർ UG എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു മാറ്റത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് ശരിക്കും അഡ്വാൻസ്ഡ് ആക്കുക എന്നുള്ളതാണ്. കോഴ്സിനെ ഒന്ന് അഡ്വാൻസ്ഡ് ആക്കുക. നമ്മളെ പഴയ ഈ 3 ഇയർ UG കൊണ്ട് വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നത്. കാരണം അവിടെയൊക്കെ 4 ഇയറും അവർ വലിയ പരിഷ്കരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ 3 വർഷം ഡിഗ്രിക്ക് പഠിച്ചിട്ട് പിന്നെയും പുറത്തിറങ്ങിയിട്ട് ഒരു ജോലിക്കോ അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകളോ ഒന്നും പഠിക്കാതെ ഈ 3 വർഷം പഠിച്ചിട്ട് പിന്നെയും എന്തെങ്കിലും ജോലിക്കോ ആണെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വേണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും കുറച്ചും കൂടെ കുട്ടികൾക്ക് സ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ അവർക്ക് ജോലിക്ക് പോകാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് ശരിക്കും 4 ഇയർ UG. അപ്പോൾ 4 ഇയർ UG എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തെ കോഴ്സ് ഇനി 4 വർഷം പഠിക്കണം, 3 വർഷം തന്നെ ഇവിടെ പഠിക്കാൻ സമയമല്ല, പിന്നെയാണ് 4 വർഷം പഠിക്കുന്നത്. ഈ 1 വർഷം കൂടുക എന്നുള്ളത് നിങ്ങളിങ്ങനെ നിരന്തരം കേട്ടിട്ടുണ്ടാവും എന്നല്ലാതെ ആ 1 വർഷം കൂടുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ ഞാൻ നിങ്ങളോട് പറയാം, അപ്പോൾ നമുക്ക് ജനറലായിട്ട് എല്ലാ കാര്യവും പറയുന്നില്ല, എങ്കിലും പൊതുവായിട്ട് പറയാനുള്ളത് 4 ഇയർ UG എന്ന് പറയുന്നത് ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് അംഗീകൃതമായിട്ടുള്ളൊരു UG കോഴ്സാണ്. അതിനകത്ത് ഒരുപാട് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് 4 ഇയർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വല്ല ഏതെങ്കിലും മേഖലയിലേക്ക് ജോലിക്കൊക്കെ പോകാൻ ആവശ്യമായിട്ടുള്ള പഠനമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രിയുടെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് നേടാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ 4 വർഷം പഠിച്ചു കഴിഞ്ഞാൽ 4 വർഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3-ാം വർഷം നിങ്ങൾക്ക് നിർത്തിക്കാണ്ട്, അതായത് നോർമൽ ഡിഗ്രിയോട് കൂടി നിങ്ങൾക്ക് നിർത്തുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് 3 വർഷം നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് 3-ാം വർഷം എനിക്ക് ഡിഗ്രി മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്തും. 4 ഇയർ ഡിഗ്രി വേണ്ട അല്ലേ, 4 ഇയർ ഡിഗ്രി വേണ്ട, ഹോണേഡ് വേണ്ട, എനിക്ക് 3 വർഷം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ നിർത്താം കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 1-ാം വർഷം നിർത്താം, 2-ാം വർഷം നിർത്താം. 2-ാം വർഷം നിർത്തുമ്പോൾ നിങ്ങൾക്ക് ഡിപ്ലോമയെ കിട്ടുക, 3-ാം വർഷം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടും കേട്ടോ. 4-ാം വർഷം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഒരു 4 ഇയർ UG ഹോണേഡ് ഡിഗ്രിയാണ് കിട്ടുന്നത്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PhD വരെ ചെയ്യാൻ പോകാം. പിന്നെ നിങ്ങൾ PGക്ക് പോവുകയാണെങ്കിൽ 1 വർഷം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് PG കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഏതിന്, 4 ഇയർ UGക്ക് വരുമ്പോൾ. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന 4 ഇയർ UG എന്ന് പറയുന്നത് BBA, BCom, BA ഇംഗ്ലീഷ്, BA മലയാളം, BA ഹിസ്റ്ററി, BA സോഷ്യോളജി, ഇത്രയും വിഷയങ്ങൾ എന്താണ് 4 ഇയർ UG ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങൾ പിന്നെ 4 വർഷവും പഠിച്ചോളന്നില്ല. ഞങ്ങൾ PGക്കാരുടെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൂടെ പോരുക. അപ്പോൾ 3-ാം വർഷം നിങ്ങൾക്ക് നിർത്തണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സിറ്റ് ഓപ്ഷൻ ഇൻ 3 ഇയർ വിത്ത് UG ഡിഗ്രിയോട് കൂടിയിട്ട്, അതായത് നിലവിലുള്ള ഡിഗ്രിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് 3 വർഷത്തിൽ നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കാം. നിങ്ങൾക്ക് 4-ാം വർഷം വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, പിന്നെ തുടർച്ചയായിട്ട് പോന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് നമ്മുടെ BA സോഷ്യോളജി കേട്ടോ. ശ്രദ്ധിക്കണം, നമ്മുടെ BA സോഷ്യോളജിയും എന്ത് തന്നെയാണ് 4 ഇയർ UGയിലാണ് വരുന്നത്. അപ്പോൾ 4 ഇയർ UGന്റെ സിലബസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പിന്നെ 3 ഇയർ UGയിലേക്ക് വരുന്ന സമയത്ത് അവിടെ BA നാനോ എന്റർപ്രണേഴ്സ്, BCA, BA സാൻസ്ക്രിറ്റ്, ഹിന്ദി, അറബി, അഫ്സലുലമ, എക്കണോമിക്സ്, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, ഇതൊക്കെ മുമ്പത്തെ പോലെ തന്നെ 6 സെമസ്റ്ററുകളിലായിട്ട് 3 ഇയർ പ്രോഗ്രാമാണ്. ഇവിടെ 8 സെമസ്റ്ററുകളായിട്ട് 4 ഇയർ ആണ്. അപ്പോൾ നമ്മുടെ സോഷ്യോളജി പരിഷ്കരണത്തിന് വിധേയമായിട്ടുണ്ട്. നമ്മൾ 4 ഇയർ
പിന്നെ യു ജിയിലേക്ക് പി ജിയിലേക്ക് വരുമ്പോൾ വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. അവിടെ നമ്മൾ ഈ 4 ഇയറിന്റെ യു ജിയുടെ ആ ഒരു പരിഷ്കരണം ഒന്നും അവിടെ ബാധിക്കുന്നില്ല. അവിടെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ 2 വർഷം, ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ 2 വർഷത്തെ പി ജി കോഴ്സ് എന്ത് ചെയ്യാം, 4 സെമസ്റ്ററുകളായിട്ട് 2 വർഷത്തെ പി ജി കോഴ്സ് നമുക്ക് അവിടെ ചെയ്യാം. അപ്പൊ അതിന്റെയും ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏതൊക്കെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ 4 ഇയർ ഡിഗ്രി എന്നുള്ളത് കേട്ടോ. ഏതൊക്കെയാണ്? BA സോഷ്യോളജി, ഹിസ്റ്ററി, മലയാളം, ഇംഗ്ലീഷ്, BCom, BBA, ഇതൊക്കെ എന്താണ് ഇവിടെ 4 ഇയർ ആണ് കേട്ടോ. പിന്നെ പി ജിയിൽ എന്തില്ല, വലിയ മാറ്റമൊന്നുമില്ല, 4 സെമസ്റ്ററുകളിലാണ്. അവിടെയും MA സോഷ്യോളജിയുടെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ MA സോഷ്യോളജിക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇവിടെ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കണം, 31/7/2024 കേട്ടോ. അപ്പോൾ UGCന്റെ ഓർഡർ പ്രകാരം 2024 7-ാം മാസം 31-ാം തീയതി വരെ എന്ത് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ട പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അക്ഷയയിലേക്ക് പോയാൽ മതി. അക്ഷയക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അഡ്മിഷൻ എടുത്തിടാം. അപ്പോൾ അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് പ്രത്യേകമായിട്ട് ഒരു പിന്നെ അതിൻ്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആരൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ പോലും ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇതല്ല, ഞാൻ സ്വന്തമായിട്ട് പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ എന്നുള്ള സംഭവമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് അക്ഷയയിൽ പോവുക, അക്ഷയയിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് അഡ്മിഷൻ എടുക്കാം. ഇനി അവരുടെ ഒരു പ്രോസ്പെക്ട്സിലൂടെ നമുക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തൊക്കെ അതിനകത്ത് പറയുന്നുണ്ടെന്ന് നോക്കാം. നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കൂടെ പോരണം കേട്ടോ, കൂടെ കൂടാൻ മടിക്കരുത്. ഏതൊക്കെ ജില്ലകളിൽ അവിടെ അവരുടെ പഠന കേന്ദ്രങ്ങൾ കേട്ടോ, LSC എന്ന് പറയും കേട്ടോ, ലേണിംഗ് സെന്ററുകൾ, ലേണിംഗ് സ്റ്റഡി സെന്ററുകൾ എന്നുണ്ട് നോക്കാം. അതിൽ തിരുവനന്തപുരത്തിൽ 3 കോളേജുകളുണ്ട്, കൊല്ലം 2 കോളേജ് ഉണ്ട്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ വരുമ്പോൾ അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ്, കുറ്റനല്ലൂർ, തൃശ്ശൂർ ഉണ്ട്. പിന്നെ പാലക്കാട് സംസ്കൃത കോളേജ് പട്ടാമ്പി ഉണ്ട്. അതോടൊപ്പം തന്നെ വിക്ടോറിയ കോളേജ് പാലക്കാടും ഉണ്ട്. അതേപോലെ തന്നെ മലപ്പുറം നോക്കുകയാണെങ്കിൽ നമ്മുടെ മുണ്ടുപറമ്പിലുള്ള ഗവൺമെന്റ് കോളേജും ഉണ്ട്. PTM കോളേജ് പെരിന്തൽമണ്ണ PTM കോളേജ് ഉണ്ട്. കോഴിക്കോട് വരികയാണെങ്കിൽ ഫറൂഖ് ഉണ്ട്. അതുപോലെ തന്നെ പേരാമ്പ്ര ഗവൺമെന്റ് കോളേജ് ഉണ്ട്. അതുപോലെ തന്നെ മീൻചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജും ഉണ്ട് കേട്ടോ. പിന്നെ വയനാട് NMSM ഗവൺമെന്റ് കോളേജ് കൽപ്പറ്റ അവിടെയുണ്ട്. കണ്ണൂർ ബർണൻ കോളേജിലുണ്ട്. സെന്റ് ജോസഫ് കോളേജ് അവിടെ ഉണ്ട്. പിന്നെ കാസർഗോഡ് വിദ്യാനഗർ. അപ്പോൾ ഇത്രയും കോളേജുകളിലൂടെ അവരുടെ ലേണിംഗ് സ്റ്റഡി സെന്ററുകളാണ്. LSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് പേഴ്സണൽ ലേണേഴ്സ് സപ്പോർട്ട് സെന്റർ ആട്ടോ. ലേണേഴ്സ് സപ്പോർട്ട് സെന്റർ ആണ്. ഞാൻ ലേണിംഗ് സെന്റർ ലേണേഴ്സ് സപ്പോർട്ട് സെന്റർ ആണ്. അത് അവിടെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ കിട്ടുക, നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്ട് ക്ലാസ്സുകൾ കിട്ടുക ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കാം, ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു കോളേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. അത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ 4 ഇയർ UG കേട്ടോ, 4 ഇയർ UG ഹോണേഴ്സ്, അതിൻ്റെ ഫീ സ്ട്രക്ചർ ഒന്ന് നോക്കാം. നമുക്ക് എത്രയൊക്കെയാണ് ഫീ വരുന്നതെന്ന് നോക്കാം. അതായത് ഇതിൻ്റെ ഒരു പിന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ 4 ഇയർ ഡ്യൂറേഷൻ 3 ഇയർ ഡ്യൂറേഷൻ ആയിക്കോട്ടെ, 4 ഇയർ UGക്ക് നിങ്ങൾക്ക് ഡിഗ്രിയാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ നോക്കുന്നെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് പാസ്സായാൽ മതി. +2 ഏതർ ത്രൂ ഫോർമൽ സ്കൂളിംഗ് അല്ലെങ്കിൽ ത്രൂ ഓപ്പൺ സിസ്റ്റം, അതായത് നിങ്ങൾ തുല്യത വഴിയോ അല്ലെങ്കിൽ ഈക്വലൻസി വഴിയോ അതല്ലെങ്കിൽ ഫോർമൽ ആയിട്ടുള്ള നമ്മുടെ +2 വഴിയോ ഏതെങ്കിലും ഒരു വഴി നിങ്ങൾ കേരളത്തിൻ്റെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അതോറിറ്റി വഴി നിങ്ങൾ +2 പാസ്സായിട്ടുണ്ടെങ്കിൽ ആ പാസ്സായ സർട്ടിഫിക്കറ്റ് മതി നിങ്ങൾക്ക് എന്ത് UGക്ക് അഡ്മിഷൻ എടുക്കാൻ കേട്ടോ. ഇനി PGക്ക് അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ഏത് കോഴ്സിന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനി ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആൾക്ക് ഇതിൽ ഏത് കോഴ്സ് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, MA സോഷ്യോളജി പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ഡിഗ്രി കഴിഞ്ഞത് വേറൊരു വിഷയമാണ്, അതുകൊണ്ട് എനിക്ക് MA സോഷ്യോളജി എടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയാണ് എന്ത്, മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നിടത്ത് എനി ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് അതിന് ഇത്ര പെർസെൻറ്റേജ് മാർക്കുകളും പോലും വേണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് പാസ്സായാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലിപ്പോൾ നിങ്ങൾക്ക് എന്താണ് BA എക്കണോമിക്സ് കഴിഞ്ഞ ഒരാൾക്ക് MA സോഷ്യോളജി എടുക്കണമെങ്കിൽ എടുക്കാം എന്നുള്ളതാണ് അവിടെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അഡ്മിഷന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങൾ ഓൺലൈൻ വഴി അഡ്മിഷൻ എടുക്കുക. അപ്പോൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ അക്ഷയയിൽ ചെല്ലുക, അവർ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും. പിന്നെ 4 ഇയർ UGന്റെ പേരാണ് FYUGP എന്ന് പറയുന്നത്. 4 ഇയർ UG ഹോണേഡ് പ്രോഗ്രാം എന്നുള്ളതാണ് FYUGP. അതിന്റെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ അഡ്മിഷൻ ഫീസ്, അഫിലിയേഷൻ ഫീസ്, മെട്രിക്കുലേഷൻ ഫീസ് എന്നൊക്കെ പറഞ്ഞു ടോട്ടൽ 4530 രൂപയാണ് എന്ത് ചെയ്യുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് അഡ്മിഷൻ 4 ഇയർ ഡിഗ്രിക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത്.
പിന്നെ പിന്നെ ഓരോ സെമസ്റ്ററുകൾക്കും അത് രണ്ടാമത്തെ സെമസ്റ്റർ മുതലാണ് കേട്ടോ. ദ സെമസ്റ്റർ രജിസ്ട്രേഷൻ ഇസ് ലേണേഴ്സ് കംപ്ലീറ്റ് ഫസ്റ്റ് സെമസ്റ്റർ ആർ രജിസ്റ്റേർഡ് ആൻഡ് റെമിറ്റഡ് സെമസ്റ്റർ ഫീസ് for the second and subsequent semester. Learners after the completion of first semester are to register and remit the semester fees. സെക്കൻഡ് നിങ്ങൾ സെക്കൻഡ് സെമസ്റ്റർ മുതൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ഓരോ സെമസ്റ്ററിൽ വരുമ്പോൾ SLM ഫീസ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് സ്റ്റഡി ലേണിംഗ് മെറ്റീരിയൽസിന്റെ ഫീസായിട്ടും അസൈൻമെന്റിന്റെ ഫീസും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, കൗൺസിലിംഗ് ഫീസ് എന്ന് പറഞ്ഞാൽ അതിനുള്ള ക്ലാസ്സിനുള്ള ഫീസൊക്കെ ആയിട്ട് ഓരോ സെമസ്റ്ററിൽ നിങ്ങൾ 2860 രൂപ പിന്നെയും പേ ചെയ്യണം കേട്ടോ. അപ്പോൾ ടോട്ടൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, 4530 രൂപ. അത് ഫസ്റ്റ് സെമ്മിന്റെ ഫീസ് അടക്കമാണ് വരുന്നത്. 2860 ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീസ് അടക്കമാണ് വരുന്നത്, 4530 രൂപ. പിന്നെ സെക്കൻഡ് സെമസ്റ്റർ മുതൽ കേട്ടോ, സെക്കൻഡ് സെമസ്റ്റർ മുതൽ നിങ്ങൾ ഓരോ സെമസ്റ്ററുകൾക്കും ഈച്ച് സെമസ്റ്റർ കേട്ടോ, ഓരോ സെമസ്റ്ററുകൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 2860 അടക്കണം കേട്ടോ. പിന്നെ ലബോറട്ടറി കോഴ്സുകളൊക്കെ ആണെങ്കിലും അതിലിപ്പോൾ അതിന് പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ഫീസൊക്കെ വരുന്നുണ്ട്. പിന്നെ BBAക്കും വേറെ ഫീസാണ്, 5330 BBAക്ക് വരുന്നത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇനി 3 ഇയർ UGക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 4530 ഓരോ സെമസ്റ്ററുകൾക്ക് 2860 വരുന്നത് കേട്ടോ. ഇനി ഫ്രീ PG പ്രോഗ്രാമിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് സെമസ്റ്റർ ഫീ MA MCOMന് നമുക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് 5270 5270 ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ വരുന്ന ഫീസ്. പിന്നെ ഓരോ സെമസ്റ്ററിനും രണ്ടാമത്തെ സെമസ്റ്റർ മുതൽ 4ാമത്തെ സെമസ്റ്റർ വരെ ഓരോ സെമസ്റ്ററിനും 3500 രൂപയാണ് എന്ത് ചെയ്യുന്നത്, സെമസ്റ്റർ ഫീസായിട്ട് നിങ്ങൾ അടക്കേണ്ടത് കേട്ടോ. അപ്പോൾ 4 ഇയർ യുജിൻ്റെയും PGൻ്റെയും 4 ഇയർ യുജിൻ്റെയും 3 ഇയർ യുജിൻ്റെയും പിന്നെ 2 ഇയർ PGൻ്റെയും ഒക്കെ എന്ത് ചെയ്തു, ഫീസ് സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ അടക്കുക, എന്നിട്ട് അഡ്മിഷൻ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സോഷ്യോളജിക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നെങ്കിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ 4 ഇയർ UGയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സിലബസ് സ്ട്രക്ചറിനകത്ത് വരുമ്പോൾ 4 ഇയർ UGയിലേക്ക് വരുമ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫസ്റ്റ്. ഇപ്പോൾ ഓരോ സെമസ്റ്ററിലും ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിലെ ഡീറ്റെയിൽസ് മാത്രം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഓരോ സെമസ്റ്ററിലും നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് ശേഷം, അതായത് ഇതിൻ്റെയൊക്കെ ക്ലാസ് ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലല്ലേ. അതായത് നിങ്ങൾ ഏതിൽ BA സോഷ്യോളജിയോ അല്ലെങ്കിൽ MA സോഷ്യോളജിയോ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടാം. എന്നിട്ട് എന്ത് ചെയ്യാം, എൻ്റെ കൂടെ കൂടി നിങ്ങൾക്ക് പഠിക്കാം. ഏതൊക്കെ BA സോഷ്യോളജിയും MA സോഷ്യോളജിയുടെയും ട്യൂഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കൂടെ കൂടാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പേപ്പർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി, സോഷ്യോളജിയുടെ ഇൻട്രൊഡക്ഷൻ ആണ്. പിന്നെ സോഷ്യൽ ഫോർമേഷൻ ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന അത് മാൻഡാറ്ററി ആണ്, നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഗ്രാമറിന്റെ ഒരു പേപ്പറും ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 4 ഇയർ UG ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു പേപ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള. അപ്പോൾ അതിനകത്ത് ഹിസ്റ്റോറിക്കൽ ടൂറിസം ഉണ്ട്, കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇന്റർനെറ്റ് ടെക്നോളജീസ് ഉണ്ട്, പിന്നെ ലീഗൽ ലിറ്ററസി ഉണ്ട്. അപ്പോൾ ഇതിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ പേപ്പറുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് അഡ്മിഷൻ എടുത്താൽ മതി, പിന്നെയാണ് പേപ്പർ സെലക്ഷൻ ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങളിൽ എപ്പോഴും ആദ്യത്തെ പേപ്പർ സെലക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഓപ്ഷനാണ്. 4 ഇയർ UG എന്ന് പറയുമ്പോൾ തന്നെ അതാണ്, കുട്ടികൾക്ക് ഇഷ്ടമുള്ള പേപ്പർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് എടുക്കാൻ ശ്രമിക്കുക, ഹിസ്റ്റോറിക്കൽ ടൂറിസം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ആയിരിക്കും എല്ലായിടത്തും ക്ലാസ്സും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷേ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ കുറച്ച് താല്പര്യമുണ്ട്, അതിൻ്റെ ഒരു പേപ്പറും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ഡിഗ്രിയുടെ ഭാഗമായിട്ട് എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇന്റർനെറ്റ് ടെക്നോളജീസ് എടുക്കാം. അല്ലെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾക്കൊരു ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾ വക്കീലാവാനൊക്കെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഒരു അറിവ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലീഗൽ ലിറ്ററസിയും എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലായിടത്തും ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഏതായിരിക്കും, ഹിസ്റ്റോറിക്കൽ ടൂറിസം മാത്രമായിരിക്കും. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞു, അഡ്മിഷൻ എടുക്കുന്ന സമയത്തൊന്നും ചെയ്യേണ്ടതില്ല, അഡ്മിഷൻ ജസ്റ്റ് എടുത്താൽ മതി. പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ബാക്കി പേപ്പറുകളൊക്കെ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ അങ്ങനെ ഓരോ സെമസ്റ്ററിലും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ പേപ്പറുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെമസ്റ്ററിലെ പേപ്പർ എന്ന് പറയുന്നത്. ഒന്ന് മേജർ ഡിസിപ്ലിൻ ആയിട്ട്
ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി, മൈനർ ഡിസിപ്ലിൻ ആയിട്ട് സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സായിട്ട് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ, അത് ജസ്റ്റ് ഗ്രാമർ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായിട്ട് ഹിസ്റ്റോറിക്കൽ ടൂറിസം, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇന്റർനെറ്റ് ടെക്നോളജി, ലീഗൽ ലിറ്ററസി, ഏതെങ്കിലും ഒന്നേ സെലക്ട് ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ ഹിസ്റ്റോറിക്കൽ ടൂറിസം തന്നെ സെലക്ട് ചെയ്യായിരിക്കും നന്നാവുക എന്നുള്ളത്. പിന്നെ അങ്ങനെ ഓരോ സെമസ്റ്ററുകളുണ്ട്. അത് പിന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അതിനുശേഷം ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, ഞാനത് പറഞ്ഞുതരാം. ഇനി പി ജിക്കാർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഓരോ സെമസ്റ്ററിലും 4 പേപ്പർ വീതം, 5 പേപ്പർ. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ്? ഫൗണ്ടേഷൻ ഓഫ് സോഷ്യോളജിക്കൽ തിയറി, ഫണ്ടമെന്റൽസ് ഓഫ് സോഷ്യൽ റിസർച്ച്, ഇന്ത്യൻ സോഷ്യോളജി, എക്കണോമി, പൊളിറ്റി ആൻഡ് സൊസൈറ്റി, പ്രൊജക്ട് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന 5 പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സോഷ്യോളജിക്കൽ തിയറീസ്, റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യോളജി, ജെൻഡർ ആൻഡ് സൊസൈറ്റി, സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ്, ഫൗണ്ടേഷൻ സ്കിൽ ഫോർ റിസർച്ച് റൈറ്റിംഗ്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ്. അപ്പോൾ അങ്ങനെ 5 പേപ്പറുകൾ, അങ്ങനെ ഓരോ സെമസ്റ്ററിൽ 5 പേപ്പറുകളായിട്ട് 4 സെമസ്റ്ററുകളാണ് നമുക്കവിടെ കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെയാണ് പി ജിയുടെ ഭാഗമായിട്ട്. അപ്പോൾ പി ജിയുടെയും യു ജിയുടെ ഒക്കെ ഫീസ് സ്ട്രക്ചർ ഞാൻ പറഞ്ഞു. അത് അഡ്മിഷൻ എടുക്കേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത്, നിങ്ങളുടെ നാട്ടിലെ അക്ഷയയിൽ ഓരോട് ചോദിക്കുക, നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ചെയ്യുക. അഡ്മിഷൻ പോലും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അക്ഷയ സെന്ററിൽ അഡ്മിഷൻ എടുത്തവരുണ്ടായിരിക്കും, ഓരോടത്ത് പോയിട്ട് ചെയ്യുക. കാരണം ഓൽക്കായിരിക്കും ഒന്നും കൂടെ ഒന്ന് കൺവീനിയന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, ഇതൊന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക, അബദ്ധങ്ങളൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുക കേട്ടോ. പിന്നെ അതിന് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇതുവരെ നിങ്ങളുടെ അക്കാദമിക് സർട്ടിഫിക്കറ്റ് ആണ് അതിന് വേണ്ടത്. അപ്പോൾ നിങ്ങൾ പി ജിക്കാണ് പോകുന്നതെങ്കിൽ അതുവരെയുള്ള അക്കാദമിക് സർട്ടിഫിക്കറ്റ്, ഡിഗ്രി, +2, 10ാം ക്ലാസ്, അത് ജനറൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് അതുവരെയുള്ള സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടി വരിക. ജനറൽ സർട്ടിഫിക്കറ്റ് ചിലപ്പോഴേ വേണ്ടി വരുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഡിഗ്രിക്കാണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്, +2, 10th ആ സർട്ടിഫിക്കറ്റാണ് അവിടെ വേണ്ടി വരിക. അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് എൻക്വയറീസ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഏത് യൂണിവേഴ്സിറ്റിയാണ് നല്ലത്, എവിടെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിലേതൊക്കെ കോഴ്സുകളാണുള്ളത്, 4 ഇയർ ഏതൊക്കെയാണ്, 3 ഇയർ ഏതൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എപ്പോഴും ബെറ്റർ 4 ഇയർ ആണ് എന്നുള്ളതാണ്. കാരണം മാറി വരുന്ന അപ്ഡേഷൻസ് ആണ് ഏറ്റവും നല്ലത് എപ്പോഴും കേട്ടോ. 3 ഇയറിനെക്കാട്ടിലും നല്ലത് എന്താണ്, 4 ഇയർ ആണ്. അപ്പോൾ അങ്ങനെ ഡിഗ്രി എടുക്കാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ പി ജി നിങ്ങൾക്ക് അതുപോലെ എടുക്കാം. പി ജി 2 ഇയർ തന്നെയാണ്, അതിൽ വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇനി അഡ്മിഷൻ നിങ്ങളാണ് എടുക്കേണ്ടത്. അപ്പോൾ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾ ഏത് ഡിഗ്രി ആണോ, അതല്ലെങ്കിൽ ഡിഗ്രിക്കോ അല്ലെങ്കിൽ പി ജിക്കോ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾ BA സോഷ്യോളജിയോ MA സോഷ്യോളജിയോ ആണ് എടുക്കുന്നെങ്കിൽ, ഏത് യൂണിവേഴ്സിറ്റിയിൽ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ BA സോഷ്യോളജിയോ MA സോഷ്യോളജിയോ ആണ് എടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ താഴെയുള്ള വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് നേരെ ഗ്രൂപ്പിലേക്ക് എൻ്റർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടാം. എന്നിട്ട് ഡിഗ്രിയും പി ജിയും എന്നോടൊപ്പം കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരുപാട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരുപാട് ക്ലാസ്സുകളുടെ ഡെമോകളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ പോയിട്ട് വിസിറ്റ് ചെയ്യാം. എന്നിട്ടൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒപ്പം കൂടി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്യാം. ഇനി ഈ ഒരു വീഡിയോൻ്റെ ക്ലാസ് കണ്ട കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്ത് ചെയ്യാം, കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഇനിയും ഫർദർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ ഇടുക. ഓക്കെ.